ഹായ്, ഇത് ഇടുക്കി കട്ടപ്പന റൂട്ടിലുള്ള വാഴവര എന്ന സ്ഥലത്തുള്ളൊരു കോളേജാണ്. പഞ്ചകർമ്മ ചികിത്സ, ഹോം കെയർ, അതുപോലെ തന്നെ ടാറ്റു ട്രെയിനിങ് തുടങ്ങിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശ്രമം ട്രെയിനിങ് കോളേജ് എന്നറിയപ്പെടുന്ന ഒരു കോളേജാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കോളേജിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോ. അല്ല. ഈ കോളേജിൻ്റെ പിറകുവശത്തൂടെ മുകളിലേക്കൊരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് എത്തി നിൽക്കുന്നത് ഒരു ഹില്ലേരിയയിലാണ്. ഹില്ലേരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബായിട്ടുള്ള വ്യൂ കിട്ടുന്നൊരു ഏരിയ. കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം വന്നു കഴിയുമ്പോൾ തുറസായ ഒരു ഏരിയ ഉണ്ട്. വാഴവര സ്ഥിരതാമസക്കാരായിട്ടുള്ളവർക്ക് പോലും വലിയ പരിചയമില്ലാത്തൊരു ക്ഷേത്രഭൂമിയാണത്. ആ ക്ഷേത്രഭൂമിയുടെ തൊട്ട് മുകളിലായി ഒരു ചെറിയൊരു കുന്നുണ്ട്. ആ കുന്നിന് മുകളിൽ അതിപുരാതനമെന്ന് തോന്നിക്കുന്ന ചെറിയൊരു അമ്പലം. നമ്മളവിടെ നടന്നതിൻ്റെ മുകളിൽ പോയി കുറച്ചൊരു അതിലേക്ക് നടന്നു. അമ്പലത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. അവിടെ നിത്യപൂജ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. അയ്യപ്പസ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാൻ അവിടെ ആരെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്നാലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അമ്പലത്തിൻ്റെ പുറകുവശത്ത് അത്ഭുതകരമായൊരു ചെറിയൊരു കാഴ്ചയുണ്ട്. എന്താണെന്നല്ലേ, വന്നൊക്കെ പോയി നോക്കാം. ബാഹുബലിയിൽ പ്രഭാസ് പൊട്ടിച്ചെടുക്കുന്ന ഒരു കല്ലിൻ്റെ ഒരു രൂപം കണ്ടില്ലേ? ഏറെക്കുറെ അതേ രൂപത്തിലുള്ളൊരു ഒറിജിനൽ കല്ല് തന്നെ. ഈ കുഴിവൊക്കെ ആയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന രീതിയിൽ പണ്ട് കല്ലാശാരിമാർ കൊത്തിയെടുക്കുന്ന മരുവി പോലത്തെ ഒരു കല്ല്. അവിടുന്ന് നേരെ താഴേക്ക് നമ്മൾ ഇറങ്ങിപ്പോന്ന് കഴിയുമ്പോഴാണ് ദുർഗാദേവിയുടെ അമ്പലം. പുതിയൊരു അമ്പലം പണിയുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ വൈബുള്ള സ്ഥലം ഇതല്ല. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഈ സ്ഥലം ഏതാണെന്നല്ലേ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. നമ്മുടെ അനിയനും കൂട്ടുകാരൊക്കെയാണ്. അവരെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണിത്. പിടുത്തം കിട്ടിയില്ല. ഇത് നമ്മുടെ ഏറ്റവും വലിയ ജലസ്രോതസ്സായ ഇടുക്കി ഡാമിൻ്റെ റിസർവ് ഏരിയയാണ് ഈ കാണുന്നത്. നല്ല വ്യൂ ആണ്, അടിപൊളി സ്ഥലം. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഒരു സന്ധ്യോടടുത്ത സമയത്തായിരുന്നു. നല്ല കാറ്റും വെയിലൊന്നുമില്ല, അടിപൊളി. നമുക്കതിൻ്റെ ഫീലിങ്സ് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടെ പോയി അനുഭവിച്ചു തന്നെ അറിയണം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയും കാണാം. അവരുടെ വിഹാര കേന്ദ്രമാണ് അത് താഴെ കാണുന്നത്. ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടം കൂടെ അവിടെ പോകുന്നത് അമ്മാതിരി ഒരു ഫീലായിരിക്കും. പിന്നെ പിള്ളേരെ സംബന്ധിച്ച് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്ക് ഒരിക്കലും ബോറടിക്കില്ല. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടിപൊളി. ഇതുപോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.